കാർത്തിക് സുബ്രാജ് ഡയറക്ട് ചെയ്ത് സൂര്യ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള സൂര്യയുടെ 44ാമത്തെ സിനിമ റെട്രോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുള്ള, എന്നെ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും പല സിനിമകളിൽ കണ്ടുവന്നിട്ടുള്ള പ്ലോട്ടും ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. ബട്ട് മേക്കിങ്ങും കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഫീൽ വന്നതിന് എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. 2.5 മണിക്കൂർ കണ്ടിരുന്ന എനിക്ക് ഒരു തരത്തിൽ പോലും ഈ ഒരു സിനിമ എൻഗേജിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു എലമെന്റ്സുകളോ അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സീൻസുകളോ ഒന്നും തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സന്തോഷ് നാരായണന്റെ മ്യൂസിക് ഒരു പരിധിവരെ സിനിമയെ ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും ടോട്ടലി ഫെയിൽ ആവുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാവുന്നതിന്റെ അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ടൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സൂര്യ ആസ് യൂഷ്വൽ തനിക്ക് കിട്ടിയ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോജു ജോർജ് ആണെന്നുണ്ടെങ്കിലും പൂജ ഹെഗ്ഡെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവർക്ക് കിട്ടിയ റോള് ഭംഗിയായി ചെയ്തു. ബട്ട് അതൊന്നും ഈ ഒരു സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമയെ പറ്റി ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാവുന്നതിന് അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ടുള്ള ഒന്നും സമ്മാനിക്കാത്ത ഒരു മൂവി ആയിട്ടാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.